നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥാ ഞാൻ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥാ ഞാൻ. നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രമേനിക്കാശ്രയം. നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രമേനിക്കാശ്രയം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ. ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മുടെ കർത്താവ് പറഞ്ഞതായ ശ്രദ്ധേയമായ ഒരു കാര്യമാണല്ലോ ഇത്. ഇതേ അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് പോലും ആളുകൾ ഉന്നതമായ സ്ഥാനം ആഗ്രഹിച്ചിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിച്ചത്. എല്ലാവർക്കും വലിയവരാകണം, എല്ലാവർക്കും അധികാരങ്ങളുണ്ടാവണം, എല്ലാവരുടെയും മനസ്സിലുള്ളതായ ആഗ്രഹം മറ്റുള്ളവർക്കും മീതെ ഉയർത്തപ്പെടണം എന്നുള്ളതാണ്. ഇത് ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഉയരങ്ങളിലേക്ക് പോകുവാനുള്ളതായ ഒരു ചിന്താഗതി. അതിനേക്കാൾ ശ്രദ്ധേയമായത് മറ്റുള്ളവർക്കും മീതെ ഉയരുവാനുള്ളതായ ഒരാഗ്രഹം. അതാണ് മിക്ക മനുഷ്യരുടെയും ഹൃദയത്തിലുള്ളത് എന്ന് കരുതേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഈ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ളതായ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു വലിയ നെട്ടോട്ടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെ എനിക്ക് മറ്റുള്ളവരുടെ മീതെ ഉയരുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ എൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് ലോകത്തിൻ്റേതായിട്ടുള്ള ചിന്ത. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയത്തും ധാരാളമായി നിലനിന്നിരുന്നതായ ഒരു കാര്യമായിട്ട് കാണുവാൻ കഴിയും.
ഉദാഹരണത്തിന് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി എന്നെഴുതിയിരിക്കുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായതായ ഒരു തർക്കത്തെ സംബന്ധിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഒരാകെ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ 12 പേരിൽ തന്നെ ഒരു വലിയ ചിന്ത ഉണ്ടാവുകയാണ്, ആരാണ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ റോമൻ പടയാളികൾ പിടിക്കുന്നതായ സമയത്തിന് തൊട്ട് മുമ്പുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. തങ്ങളുടെ ഗുരുവിനെ റോമൻ പടയാളികൾ അധികം താമസിയാതെ പിടിക്കുകയും അവനെ കൊന്നുകളയുകയും ചെയ്യുമെന്നുള്ള കാര്യം ഏറെക്കുറെ നന്നായി തന്നെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ ഇതാ ഇവിടെ തമ്മിൽ വലിയൊരു തർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ റോമൻ പടയാളികൾ പിടിക്കുന്നതിനേക്കാൾ ഗൗരവമായി ചിന്തിച്ചതായ ഒരു കാര്യം തങ്ങളിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നുള്ളതാണ്. നോക്കുക, ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ 12 പേരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായതായ ഒരു തർക്കം ഇങ്ങനെയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ സംഭവിക്കുന്നതായ ഉന്നത സ്ഥാനത്തിന് വേണ്ടിയുള്ളതായ തർക്കങ്ങൾ എത്രയോ സ്വാഭാവികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാവരുടെയും ആഗ്രഹം വലിയവരാകണം എന്നുള്ളതാണ്. മറ്റുള്ളവരെക്കാൾ വലിയവരാകുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു സമൂഹം. ക്രൈസ്തവ ഗോളത്തിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ, ഉന്നത സ്ഥാനീയരാകുവാൻ ഒക്കെ ആഗ്രഹിക്കുന്നതായ ഒരു വലിയ സമൂഹത്തെയാണ് ക്രൈസ്തവ ഗോളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലർ ധനം കൊണ്ട് ഉന്നതരാകുവാൻ ശ്രമിക്കുന്നു. ഞാൻ ഏറ്റവും വലിയ ധനികനാണ്, എനിക്കിഷ്ടം പോലെ സ്വത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, ധനമുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം വിചാരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റു ചിലർ സ്ഥാനങ്ങൾ കൊണ്ട് ഉന്നതരാണെന്ന് സ്വയം അഹങ്കരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അധികാരം എൻ്റെ കയ്യിലുണ്ട്, എനിക്കെന്ത് വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കും എന്നൊക്കെയുള്ള മൗഢ്യമായ ചിന്താഗതി കൊണ്ട് മറ്റുള്ളവരെക്കാൾ താൻ ശ്രേഷ്ഠനാണെന്ന് വികലമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുകയാണ്. എന്തൊക്കെയായിരുന്നാലും മനുഷ്യന് താണിറങ്ങി വരുവാൻ ബുദ്ധിമുട്ടാണ്, താഴ്മ ധരിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ആർക്കും താഴ്മ ധരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നാണ്. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഒന്ന് താഴ്മ ധരിച്ചിറങ്ങി വരുവാനായി, ഒന്ന് ചെറുതാകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇരിക്കുന്നതായ ഉന്നത സ്ഥാനത്ത് നിന്നൊന്ന് ഇറങ്ങി വരണം, താഴേക്ക് ഇറങ്ങി വരണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതാണ് ചെയ്തത്. നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അവിടുന്ന് ഏറ്റവും ഉന്നതനായിരുന്നു, ദൈവരൂപത്തിലിരുന്നവനായിരുന്നു. എന്നാൽ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ഒരു ദാസരൂപമെടുത്ത് അവിടുന്ന് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ചെറുതാക്കി കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. ആദ്യം നമ്മുടെ മനസ്സ് താണു വരണം. ഞാൻ ഏറ്റവും ഉന്നതനാണെന്നും ഞാൻ ഏറ്റവും അധികാരമുള്ളവനാണെന്നും എനിക്ക് എന്തൊക്കെയോ സാധിക്കുമെന്നും ഞാൻ ആരൊക്കെയോ ആണെന്നും ഒക്കെയുള്ള എൻ്റെ ചിന്താഗതി മുഴുവനായി ആദ്യമേ മാറേണ്ടത് ആവശ്യമാണ്. ഞാനൊന്നുമല്ല എന്നും ഞാൻ ഏറ്റവും എളിമപ്പെട്ടവനാണെന്നും ഏറ്റവും ചെറിയവനാണെന്നുമുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകണം. അങ്ങനെ നാം ഏറ്റവും ചെറിയവനാണെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കും. നാം കാണുന്നവരൊക്കെ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായി, നമ്മേക്കാൾ ഉന്നതരായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ നാം ശ്രേഷ്ഠരായി ഉന്നതരായി കാണുമ്പോൾ
നാം ഏറ്റവും എളിമപ്പെട്ടവരായി തീരുകയാണ്. അപ്പോഴാണ് ദൈവം നമ്മെ ഉയർത്തുവാനായി തുടങ്ങുന്നത്. അങ്ങനെയാണ് നമുക്ക് ഉയർച്ച ലഭിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്നാണ്. കർത്താവ് നമ്മെ ഉയർത്തണമെങ്കിൽ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴ് നാം താണിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ഏറ്റവും ചെറിയ സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുവാൻ, കർത്താവിൻ്റെ മുൻപാകെ ഞാൻ ഏറ്റവും എളിമപ്പെട്ട അവസ്ഥയിലാണെന്ന് എന്നെപ്പറ്റി തന്നെ ചിന്തിക്കുവാൻ എനിക്കിടയായിത്തീരണം. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല, ഞാൻ എന്നെ തന്നെ അവിടുത്തെ മുൻപാകെ താഴ്ത്തുകയാണ്. അങ്ങനെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവ് എത്രയോ ഉന്നതനായിട്ടുള്ള ദൈവമാണ്. സർവ അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടാവാണ്. സർവത്തിൻ്റെയും അധികാരിയായ ആ കർത്താവിൻ്റെ മുൻപാകെ നാം എത്രമാത്രം ചെറുതാണ് പ്രിയമുള്ളവരെ. കർത്താവ് ഉന്നതത്തിൽ നിന്ന് താണിറങ്ങി വന്ന് ഏറ്റവും താണ അവസ്ഥയിലായിരുന്ന നമ്മെ ഏറ്റവും ഉന്നത സ്ഥാനീയരാക്കി തീർത്തു. നാം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അത് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് താഴെ കാണുന്ന ചെറിയ ചെറിയ സോപ്പ് പെട്ടി പോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വലുതായി വലുതായി ഏറ്റവും വലിയ കെട്ടിടങ്ങളായി നാം കാണുന്നത്. ഫ്ലൈറ്റ് ഓരോ അടി താണ് വരുമ്പോഴും താഴെ നാം കാണുന്നതായ കെട്ടിടങ്ങൾ വലുതായി വലുതായി വരികയാണ്. നാം ഉയരത്തിൽ നിന്നൊന്ന് ഇറങ്ങി താഴേക്ക് വരണം. അപ്പോഴാണ് മറ്റുള്ളവരെ നാം വലുതായി കാണുവാൻ നമുക്കിടയാകുന്നത്. നമ്മൾ കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ ഗർവങ്ങളും അകലട്ടെ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ താഴട്ടെ. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാനൊന്നുമല്ല, ഏതുമല്ല, ഞാൻ അവിടുത്തെ മുൻപാകെ നിസ്സാരനാണ്. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ ഇന്ന് രാവിലെ താഴ്ത്തി ഏൽപ്പിക്കാം. വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ചില വരികൾ വളരെയധികം ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതായ വരികളാണല്ലോ. അതിൽ 1-2 വരികൾ ഇങ്ങനെയാണ്: ലോകമേ തറവാടു തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മ താനഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കും നിതൻ ഗുരുനാഥൻ. ഞാനൊരു അധ്യാപകൻ കൂടെയാണ്, അതുകൊണ്ടാണ് ഈ കവിത ഒന്ന് ഉദ്ധരിക്കുന്നതിനിടയായത്. ഈ കഥയിൽ പറയുന്നത് താഴ്മയാണ് അഭ്യുന്നതി, ത്യാഗമാണ് നമ്മുടെ നേട്ടം. അതുമാത്രമല്ല, നാം നമ്മുടെ സുഖസൗകര്യങ്ങളൊക്കെ വെടിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതാണ് കവി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അക്രൈസ്തവനായ ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ സത്യം എത്രമാത്രം വലുതാണ്. എന്നാൽ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം താഴ്മ ധരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എത്രയോ ലജ്ജാകരമായ ഒരു വസ്തുതയാണ്. നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ നമ്മെ തന്നെ ഒരുക്കാം. ഇന്നത്തെ ദിവസം ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുകയും മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴ് നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നവനായ ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും. കർത്താവേ,
ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ മുൻപാകെ എളിമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പലപ്പോഴും കർത്താവെ, ഞങ്ങളെ തന്നെ ഉയർത്തുന്നവരായി തീരുകയാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ മുൻപാകെ സ്വയം ഉയർത്തുന്നവരായി പലപ്പോഴും ഞങ്ങൾ തീരുന്ന കർത്താവെ, ഞങ്ങളുടെ ഗർവങ്ങളെല്ലാം മാറി തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നും തന്നെത്താൻ താഴ്ത്തുന്നവനെ കർത്താവ് ഉയർത്തുമെന്നുള്ളതായ വലിയ ബോധ്യത്തിലേക്ക് വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവെ. സ്വർഗോന്നതികളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും എളിമപ്പെട്ടവനായി തീർന്ന യേശുക്രിസ്തുവിനെ മാതൃകയായി സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അവിടുത്തെ മുൻപാകെ താഴ്ത്തി എളിമപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ കർത്താവെ. തിരുമുൻപാകെ അടുത്തു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾക്ക് വരാവുന്ന എല്ലാവിധമായ പ്രതികൂലങ്ങളെയും അവിടുന്ന് നീക്കിത്തന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെയോ പ്രതിബന്ധങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.